ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫെർമാൻസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെർമാൻസ് പ്രിൻസിപ്പിൾ, അതുപോലെ ഫെർമാൻസ് പ്രിൻസിപ്പിൾ എങ്ങനെ ഫെർമാൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഹൗ യു ക്യാൻ വെരിഫൈ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അപ്പോൾ ഇതാണ് നിങ്ങൾ സിലബസിൽ പഠിക്കാനുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. So before going to the details, we will see who is Fermat. Fermat ഈ പ്രിൻസിപ്പിൾ put forward ചെയ്തത് 1650 1650. അപ്പം അത്രയും കാലങ്ങൾക്ക് മുമ്പെയാണ്. അപ്പോൾ ഫെർമാറ്റ് എന്ന് പറയുന്നൊരു വെരി ഫേമസ് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. അതുപോലെ there is a beautiful story, ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രേറ്റ് ലൈൻ, അതുപോലെ നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമുക്കറിയാം, അതുപോലെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ നമുക്കറിയാം. അതെല്ലാം നമുക്ക് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് വി വിൽ സി, ബിഫോർ ഗോയിങ് ടു ദി ഡീറ്റെയിൽ വി വിൽ സി വാട്ട് ഈസ് ഒപ്റ്റിക്കൽ പാത്ത്. അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് എന്താണെന്ന് നിങ്ങൾ അറിയണം നമ്മൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് നമുക്കറിയാം. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി എന്ന് പറയാം. ഇനി ലൈറ്റിൻ്റെ കേസിൽ യു ഹാവ് അനദർ ക്വാണ്ടിറ്റി വിച്ച് ഇറ്റ് ഡിറ്റർമിൻസ് ദ വെലോസിറ്റി ഓഫ് എ ലൈറ്റ് ത്രൂ എ മീഡിയം, ദറ്റ് ഈസ് കോൾഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദറ്റ് മീഡിയം. അപ്പോൾ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് എത്ര സ്പീഡിൽ പാസ് ചെയ്യും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഇസ് ഈക്വൽ ടു സി ബൈ വി ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു വിക്ക് പകരം നമുക്ക് സി ബൈ മ്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു സി ടി. ദിസ് ക്വാണ്ടിറ്റി മ്യൂ ഇൻറ്റു എസ് ഇസ് കോൾഡ് ദ ഒപ്റ്റിക്കൽ പാത്ത്. ദാറ്റ് ഈസ് ദ ആക്ച്വൽ distance traveled, അല്ലെങ്കിൽ the actual distance നല്ല geometrical distance traveled into the refractive index. So the optical path is called is defined as the product of geometrical distance and the refractive index. Geometrical distance multiplied by the refractive index will give you the optical path. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ ഈ ചാപ്റ്ററിൽ മാത്രമല്ല ഇനി വരുന്ന ചാപ്റ്ററുകളിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യും. So optical path is geometrical distance into refractive index. ഇനി നമുക്കിതിപ്പോൾ ഒരു ഹോമോജീനിയസ് ആയിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എല്ലാ സ്ഥലത്തും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഇതിൻ്റെയാണ് ഇങ്ങനെ ഒരു ഡെഫിനേഷൻ പറഞ്ഞത്. ഇനി നിങ്ങളെ നിങ്ങളുടെ മീഡിയത്തിൽ വേരിയൻ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന് വിചാരിക്കാം. ഒരുപാട് പല സ്ഥലത്ത് പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ദാറ്റ് ഈസ് ദ മീഡിയം ഈസ് ഹാവിങ് വേരിയിങ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അങ്ങനെയുള്ളതാണെങ്കിൽ you have to consider the integration. അല്ലേ, P to Q ആണെങ്കിൽ optical path will be P to Q mu dl. That is for small distance dl you have refractive index mu. അടുത്ത dl distance വേറൊരു mu ആയിരിക്കും. അതെല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will get the optical path for that light ray traveling from P to Q. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വി വിൽ സി ദി ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം. ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഇത്രയാണ് പറയുന്നത്. വെൻ എ റേ ട്രാവലിംഗ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ത്രൂ എ സെറ്റ് ഓഫ് മീഡിയ, ഔട്ട് ഓഫ് ഓൾ പോസിബിൾ പാത്ത് ഇറ്റ് ഓൾവേസ് ഫോളോസ് ദാറ്റ് പാത്ത് ഫോർ വിച്ച് ദ ടൈം ടേക്കൺ ഈസ് മിനിമം. അപ്പോൾ ഒരു റേക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോവുകയാണ്. അതിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, പല പോസിബിൾ ആയിട്ടുള്ള വഴികളുണ്ട്. ആ വഴികളിലെല്ലാം ഏത് വഴി കൂടെ വേണമെങ്കിൽ ലൈറ്റ് റേന് പോകാം. പക്ഷേ ലൈറ്റ് റേ ചൂസ് ചെയ്യുന്ന പാത്ത് ഏതായിരിക്കും? ആ പാത്തിന് ഏറ്റവും കുറച്ച് സമയം എടുക്കുന്ന പാത്തായിരിക്കും ലൈറ്റ് റേ ചൂസ് ചെയ്യുക. ഓക്കെ, എപ്പോഴും ലൈറ്റ് റേ ചൂസ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഏറ്റവും ടൈം കുറവ് എടുക്കുന്ന പാത്തായിരിക്കും. അപ്പോൾ നമ്മൾ ആഗ്രഹം അങ്ങനെയല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നമുക്ക് സമയം ലാഭിക്കണം എന്നല്ലേ. അപ്പോൾ അങ്ങനെ സമയം ലാഭിച്ചിട്ടാണ് എപ്പോഴും വേഗം എത്താനാണ് ലൈറ്റ് റേ നോക്കുക. ടൈം ടേക്കൺ ഈസ് മിനിമം, ഏറ്റവും കുറച്ച് സമയം എടുക്കുന്ന പാത്താണ് അത് ചൂസ് ചെയ്യുക.
ഇനി ഒപ്റ്റിക്കൽ പാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് നമ്മൾ ഡെൽറ്റ എന്ന് എന്താണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഒപ്റ്റിക്കൽ പാത്ത് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ പി ടു ക്യൂ മ്യൂ ഡി എൽ ഇഫ് യു ഹാവ് വേരിയിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ പി ടു ക്യൂ മ്യൂ ഡി എല്ലിന് എടുക്കാം. ഇനി അതിന് ടൈം ടേക്കൺ എങ്ങനെ എടുക്കാം? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെലോസിറ്റി. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ഇപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറഞ്ഞു. ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ഒപ്റ്റിക്കൽ പാത്ത്. സോ പി ടു ക്യൂ മ്യൂ ഡി എൽ ഡിവൈഡ് ബൈ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇസ് സി. സോ ദ ടൈം ടേക്കൺ ടു ട്രാവൽ ഫ്രം പി ടു ക്യൂ ഈസ് 1/c പി ടു ക്യൂ മ്യൂ ഡി എൽ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പി ടു ക്യൂ 2 പോയിൻ്റ് എടുക്കുകയാണ്. ഇറ്റ് ഹാസ് മെനി പാത്ത്. ഇങ്ങനെ പോവാം, ഈ റെഡ് ലൈനിൽ പോവാം, ഓറഞ്ച് ലൈനിൽ പോവാം, ഗ്രീൻ ലൈനിൽ പോവാം, ബ്ലൂ ലൈനിൽ പോവാം. ഇതും ഇനി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ് ഉണ്ട് അല്ലേ, ഇവിടുന്ന് പി എന്ന് ക്യൂയിലേക്ക് പോവാൻ. പക്ഷേ ലൈറ്റ് എടുക്കുന്ന പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ടൈം ടേക്കൺ ഈസ് മിനിമം. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് പാത്ത് ഉണ്ട്. അത് നമുക്ക് ഡിഫറെൻറ്റ് പാത്ത് എടുക്കാം. പാത്തായിട്ട് ഡി എസ് എന്ന് എടുക്കാം. അപ്പോൾ എപ്പോഴും ലൈറ്റ് ചൂസ് ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും? ദ ടൈം ടേക്കൺ ഈസ് മിനിമം. അപ്പം ഏത് പാത്ത് നമ്മളെങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? ഡി ടി ബൈ ഡി എസ് ഇസ് 0. അപ്പോൾ ഡി ടി ബൈ ഡി എസ് ആണ് മിനിമം വാല്യൂ, ടൈമിന് മിനിമം വാല്യൂ വരുന്ന പാത്ത് ഏതാണ്? ഡി ടി ബൈ ഡി എസ് ഇസ് മിനിമം 0. So where ds is a parameter that expresses the difference between any two given path under comparison. രണ്ട് പാത്ത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡി എസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടൈം ടേക്കൺ ഈസ് ഒപ്റ്റിക്കൽ പാത്ത് ഡിവൈഡ് ബൈ ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ സി. ടൈം ഓഫ് ട്രാവേഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഒപ്റ്റിക്കൽ പാത്ത്. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ടൈം ടേക്കൺ മിനിമം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ടൈം ടേക്കൺ ആസ് പ്രൊപ്പോർഷണൽ ടു ദി ഒപ്റ്റിക്കൽ പാത്ത്. ഇപ്പോൾ സി എന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കതുകൊണ്ട് ഈ ഇപ്പം ഫെർമാസ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈമിനെ നമുക്ക് മാറ്റി പറയാം ഫെർമാസ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് പാത്ത് എന്ന് പറയാം. അപ്പോൾ അതിലെങ്ങനെയാണ് വരിക? ഫോർ ദ ലൈറ്റ് വിൽ ചൂസ് ദാറ്റ് പാത്ത് ഫോർ വിച്ച് ദ ഒപ്റ്റിക്കൽ പാത്ത് ഇസ് മിനിമം. അപ്പോൾ ലൈറ്റ് ട്രാവൽസ് അലോങ് എ പാത്ത് ഹാവിങ് മിനിമം ഒപ്റ്റിക്കൽ പാത്ത്. അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് മിനിമം ആയിട്ടുള്ള പാത്തായിരിക്കും, ആ ഒരു വഴിയാണ് ലൈറ്റ് ചൂസ് ചെയ്യാൻ നമുക്ക് പറയാം. ബിക്കോസ് ഈ എക്സ്പ്രഷന് ദ ടൈം ടേക്കൺ ഇസ് മിനിമം എന്നുള്ള ഈ റിലേഷന് ടൈം ഇസ് പ്രൊപ്പോർഷണൽ ടു ഒപ്റ്റിക്കൽ പാത്ത് ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ പാത്ത് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ടൈം ടേക്കൺ അല്ലേ. അപ്പം minimum time taken. So you can say that when the time taken is minimum, that corresponds to a path for which optical path is minimum. അപ്പം നമുക്ക് അങ്ങനെ മാറ്റി പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം വേറെ ചില കേസസും കൂടെ നോക്കാം. അപ്പോൾ എല്ലാ സമയത്തും ഈ പാത്ത് ഇത് മിനിമം ആവണമെന്നില്ല. ചില കേസസ് ഉണ്ട് ദർ ഇസ് മാക്സിമം ടൈം ടേക്കൺ. അപ്പോൾ അങ്ങനെയുള്ള കേസാണ് സ്പെറിക്കൽ റിഫ്ലക്റ്റേഴ്സിൻ്റെ കേസിൽ. ഇൻ സ്പെറിക്കൽ റിഫ്ലക്റ്റേഴ്സ് ലൈറ്റ് ടേക്സ് മാക്സിമം ടൈം. അതുപോലെ എലിപ്റ്റിക്കൽ റിഫ്ലക്റ്റേഴ്സിൻ്റെ കേസിൽ all the light rays will have same time for all the paths. നമ്മൾ ഈ സ്പെറിക്കൽ റിഫ്ലക്റ്റേഴ്സ് എലിപ്റ്റിക്കൽ റിഫ്ലക്റ്റേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, ഇതിൽ എലിപ്റ്റിക്കൽ റിഫ്ലക്റ്റേഴ്സിൽ ടൈം ടേക്കൺ വിൽ ബി സെയിം ഫോർ ഓൾ ദ പാത്ത്സ്. സ്പെറിക്കൽ റിഫ്ലക്റ്റേഴ്സിൽ ഇറ്റ് വിൽ ബി മാക്സിമം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫെർമാസ് പ്രിൻസിപ്പിൾ നമുക്ക് ഇങ്ങനെ മോഡിഫൈ ഈ രണ്ട് കേസസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാക്കി എല്ലാ കേസിലും മിനിമം ആണ് കേട്ടോ. ഈ രണ്ട് കേസ് മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഇത് അല്ലെങ്കിൽ ഇത് ഒഴിവായി കഴിഞ്ഞാൽ നമ്മൾ തിയറി കംപ്ലീറ്റ് ആവില്ല. സോ ദി ഫെർമാസ് പ്രിൻസിപ്പിൾ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: എ ലൈറ്റ് റേ ട്രാവലിംഗ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിൽ ട്രാവേഴ്സ് എ പാത്ത് ഫോർ വിച്ച് compared to all neighboring paths the time required is minimum or maximum or stationary. നമ്മൾ ടൈം ഇവിടെ ടൈമെന്നോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മൾ ഈ കണ്ടീഷൻ വെച്ച് പറഞ്ഞു ടൈമും ഒപ്റ്റിക്കൽ പാത്തും പ്രൊപ്പോർഷനാണ്. സോ യു ക്യാൻ യൂസ് ഐദർ ഓഫ് ദീസ് ടു ടേംസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അഗെയിൻ എന്താ എടുത്തിരിക്കുന്നത്: ട്രാവേഴ്സ് എ പാത്ത് ഫോർ വിച്ച് കമ്പയർഡ് ടു ഓൾ നൈബറിംഗ് പാത്ത്സ് ദ time taken is a minimum എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സാധാരണ കണ്ടീഷൻസ്, ഓർ മാക്സിമം ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സ്പെറിക്കൽ റിഫ്ലക്റ്റേഴ്സ്, ഓർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടൈം, സെയിം ടൈം, അതാണ് എലിപ്റ്റിക്കൽ റിഫ്ലക്റ്റേഴ്സ്. ദിസ് ഈസ് നോൺ ആസ് ഫെർമാസ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഓർ
ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേഷനറി ടൈം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, അതാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. It says that the time taken will be a maximum, minimum or stationary. Okay, when the light is traveling from one point to another point. അപ്പോൾ ഇതാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. ഇനി നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻസിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, റിഫ്ലക്ഷൻ ലോസ് ആൻഡ് റിഫ്രാക്ഷൻ ലോസ്. That we will see in the next video.